വെൽക്കം ടു മൈ ബയോളജി ക്ലാസ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ MOET എന്താണ് എന്നതാണ് പഠിക്കാൻ പോകുന്നത്. അതായത് സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിലുള്ള ഒരു ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് MOET. അത് മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി. അതിന്റെ ഷോർട്ട് ഫോം ആണ് MOET. അപ്പൊ നമ്മൾ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇഷ്ടമുള്ള ക്വാളിറ്റീസ്, നമ്മളുടെ ഡിസൈർഡ് ക്വാളിറ്റീസ് ലഭിക്കുന്ന വിധത്തിൽ ആനിമൽസിനെ എങ്ങനെയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നത്, ആ ടെക്നിക്സിന്റെ പേരുകളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, ഈ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, മൾട്ടിപ്പിൾ ഓവുലേഷൻ ആണ്. ഓവുലേഷൻ മൾട്ടിപ്പിൾ ആകുക എന്ന് വെച്ചാൽ ഓവം ഓർ എക്സലിന്റെ നമ്പർ ആ ഫീമെയിൽ ഓർഗാനിസത്തില് കൂടുതൽ നമ്പർ പ്രൊഡ്യൂസ് ചെയ്ത് എടുക്കുക. നോർമൽ കേസിൽ ആ ഒരു ഓർഗാനിസം, ഇപ്പൊ പശു അതുപോലുള്ള ഏതെങ്കിലും ഒരു ആനിമലിന്റെ കേസിൽ, നോർമൽ കേസിൽ ഒരു പീരീഡില് അതിന്റെ 1-2 ഓവം മച്ചർ ആവുന്ന കേസാണെങ്കിൽ അതിന് പകരമായിട്ട് 7-8 ഓവം വരെ മച്ചുവർ ആക്കി എടുക്കുന്ന ഒരു ടെക്നിക്കാണ്. ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇവിടെ നമ്മൾ ഹോർമോണൽ ഇഞ്ചക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിന്റെ ഫോളിക്കിൾ മച്ചുറേഷൻ ഒക്കെ വളരെ എളുപ്പത്തിലാവാനും എക്സെല് വളരെ വേഗത്തിൽ മച്ചുവർ ആവാനും 1-2 എക്സെല്ലിന് പകരം കൂടുതൽ നമ്പർ ഓഫ് എക്സെല്ലുകൾ ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ മച്ചുവർ ആവുന്നതിന് വേണ്ടിയിട്ടുള്ള ഹോർമോണൽ ഇഞ്ചക്ഷൻ ആണ് ഇവിടെ ഫീമെയിൽ ആനിമലിന് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഫലമായിട്ട് ആ ഹോർമോണിന്റെ ആക്ടിവിറ്റി കാരണം അവിടെ എന്താണ്, കുറെ നമ്പർ ഓഫ് എക്സെല് പ്രൊഡ്യൂസ് ചെയ്യും, മെച്ചുവർ ആവുകയും ചെയ്യും. അതായത് ആ എക്സെല്ലിനൊക്കെ എന്താണ്, മെയിൽ ഗ്യാമീറ്റിനെ സ്വീകരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് എന്നതാണ് അർത്ഥം. പിന്നെ നമ്മൾ നെക്സ്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ പ്രോസസ്സിലേക്കാണ് പോകുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, സെമൻ ഓർ മെയിൽ ഗ്യാമേറ്റ്, മെയിൽ ഓർഗാനിസത്തിന്റെ ഗ്യാമേറ്റ് അല്ലെങ്കിൽ സെമൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഈ പോളൻ ബാങ്ക്, ബ്ലഡ് ബാങ്ക് എന്നൊക്കെ പറയുന്നത് പോലെ കളക്ഷൻ ചെയ്തു വെച്ചിട്ടുള്ള ഒരു ആ ഒരു യൂണിറ്റിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ വെറ്റിനറി ഡോക്ടേഴ്സുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ കറക്റ്റ് സോഴ്സ് നമുക്ക് കിട്ടുന്നതാണ്. അവിടെ നിന്ന് നമ്മൾ എന്താണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഈ ഫീമെയിൽ ഓർഗാനിസത്തിലേക്ക് സെമൻ ട്രാൻസ്ഫർ നടത്തുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു, ഓൾറെഡി അത് ഇഞ്ചക്റ്റഡ് ആണ് അല്ലെ. എന്ത് വെച്ചിട്ടാണ് ഇഞ്ചക്റ്റഡ് ആണെന്ന് പറഞ്ഞത്, ഈ ഫോളിക്കിൾ മച്ചുറേഷൻ ഒക്കെ എളുപ്പത്തിൽ നടക്കുന്ന വിധത്തിലുള്ള ഹോർമോൺസ് ഇഞ്ചക്ട് ചെയ്തതാണ് ആ ഒരു ഫീമെയിൽ ആനിമൽ. അതിലേക്കാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നടത്തുന്നത്. അതിന്റെ ഫലമായിട്ട് അവിടെ മെച്ചുവർ ആയിട്ടുള്ള ഓവം മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കാരണം ഈ സ്പേം കാരണം ഫെർട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. മെയിൽ ഗ്യാമീറ്റ് ഫ്യൂസ് ചെയ്തിട്ട് ഫെർട്ടിലൈസ് ചെയ്യപ്പെടും. അങ്ങനെ അതൊക്കെ ഫെർട്ടിലൈസ്ഡ് എഗ് ആയിട്ട് മാറുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ചും കൂടി നമ്മൾ ടേം പറയുകയാണെന്നുണ്ടെങ്കിൽ സൈഗോട്ടിക് സ്റ്റേജിലേക്ക് പോകും, സൈഗോട്ട് ഫോം ചെയ്യും. പിന്നെ സൈഗോട്ട് ഓരോന്നും ഡിവൈഡ് ചെയ്ത് എന്താവും, ഓരോ സൈഗോട്ടിൽ നിന്നും ഓരോ എംബ്രിയോ ഫോം ചെയ്യും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണ്, ഫീമെയിൽ ബോഡിയിൽ 6-7 അതിന്റെ യങ് വൺസിനെ താങ്ങി നിർത്താനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പൊ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ എംബ്രിയോണിക് സ്റ്റേജിൽ, എസ്പെഷ്യലി വളരെ ഏർലി സ്റ്റേജിൽ, ഒരു 32 സെൽഡ് കണ്ടീഷൻ ആവുന്ന സമയത്ത്, 32 സെൽഡ് കണ്ടീഷൻ ആവുന്ന സമയത്ത്, അതായത് സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് എംബ്രിയോ ആവുന്നത്. ആ എംബ്രിയോ ഒരു 32 സെൽഡ് കണ്ടീഷൻ, വളരെ ഏർലി ആയിട്ടുള്ള കണ്ടീഷനാണ്. അത്രയും നേരത്തെ തന്നെയുള്ള കണ്ടീഷനിൽ എംബ്രിയോ എന്ത് ചെയ്യാണ്, ട്രാൻസ്ഫർ ചെയ്യുന്നു. കണ്ടില്ലേ, എംബ്രിയോ ട്രാൻസ്ഫർ ആണ്. എംബ്രിയോ ആ ബോഡിയിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യാണ്. എങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, മറ്റ് ഓർഗാനിസത്തിലേക്ക്, അല്ലെങ്കിൽ അതിനെ സറോഗേറ്റ് മദേഴ്സ്, സറോഗേറ്റ് മദേഴ്സ്. വേറെ കുറെ ഫീമെയിൽ ഓർഗാനിസം നമ്മൾ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, സറോഗേറ്റ് മദേഴ്സ്. ഇപ്പം മനുഷ്യരുടെ കേസിൽ നമ്മൾ കേട്ടിട്ടുണ്ട് വാടക ഗർഭപാത്രം അല്ലെ. അത് താൽക്കാലികമായി വാടകയ്ക്ക് എന്നുള്ള രീതിയിൽ കുറച്ച് സമയത്തേക്ക് ആ കുട്ടിയെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുകയാണ്. ആക്ച്വൽ ആയിട്ടുള്ള മദറിന്റെ യൂട്രസിന് എന്തെങ്കിലും പ്രോബ്ലങ്ങളോ കാര്യങ്ങളോ ഫിസിക്കൽ ഡിഫോമിറ്റീസോ ഒക്കെ കാരണം അതിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഇതുപോലെയുള്ള പ്രോസസ്സൊക്കെ ചെയ്യുന്ന സമയത്ത് കുറെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫീമെയിൽ ഓർഗാനിസത്തിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും, സറോഗേറ്റ് മദേഴ്സ് ആയിട്ട് അവിടെ കൺസിഡർ ചെയ്യും. എന്നിട്ട് ഇതിൽ നിന്നുമുള്ള എംബ്രിയോ എന്താണ് ചെയ്യുന്നത്, നമ്മൾ എടുത്തിട്ടുള്ള സെറോഗേറ്റ് മദേഴ്സിലേക്ക്, ഓരോരോ മദേഴ്സിലേക്ക്, ഓരോരോ ആനിമൽ, അതായത് ഫീമെയിൽ ആനിമലിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും.
പിന്നെ എന്താണ് അതിന്റെ എംബ്രിയോ പിന്നെയും ഡിവൈഡ് ചെയ്ത് അതിന്റെ ഒരു യങ് വൺ ആകുന്ന പീരീഡ് എത്രയാണോ അത്രയും സമയം വരെ ആ ഒരു പ്രഗ്നൻസി പീരീഡ് എന്നൊക്കെ നമുക്ക് പറയാം. ആ ആനിമലിന്റെ പ്രഗ്നൻസി പീരീഡ് അത് എത്രയാണോ ഓരോ സ്പീഷീസിനും അതിനനുസരിച്ച് സറോഗേറ്റ് മദറിൽ വെച്ചിട്ട് അത് ഡിവൈഡ് ചെയ്ത് വളർന്ന് ഒരു ബേബി എന്നുള്ള ഫോമിലെത്തുന്നു. പിന്നീട് എന്താണ് നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു പ്രോസസ്സിലൂടെ തന്നെ ആ കുട്ടിയെ നമുക്ക് ആനിമലിന്റെ കുട്ടിയെ നമുക്ക് കിട്ടുന്ന ഒരു ടെക്നിക്ക്. അപ്പോൾ ഇവിടെ എന്തിനാണ് ഇങ്ങനെ MOET എന്ന് പറയുന്ന ഈ ടെക്നോളജിയെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്? എവിടെയാണ് അതിന്റെ പ്രസക്തി? നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള കണ്ടീഷനിൽ ഒരു ആനിമലിന്റെ ആ ഒരു പുതിയ ഒരു ഓർഗാനിസം അതിന് ഗിവ് ബർത്ത് ചെയ്യാനുള്ള ഒരു ടൈം ആവുന്ന സമയത്ത് ഒരു കുട്ടിയൊക്കെ ആയിരിക്കും നാച്ചുറൽ ആയിട്ടുള്ള ടൈമിൽ കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് കിട്ടുന്നത്. അതിന് പകരമായിട്ട് ഒരു സമയം കൊണ്ട്, ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ, ഒരു കുട്ടി ഉണ്ടാകുന്ന സമയം കൊണ്ട് തന്നെ കുറെ കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ടെക്നിക്കിനെ അല്ലെങ്കിൽ ടെക്നോളജിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. MOET, മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി. അപ്പൊ മൾട്ടിപ്പിൾ ഓവുലേഷൻ എന്താണ്? ഫീമെയിൽ ബോഡിയിൽ നമ്മൾ ഹോർമോണൽ ഇഞ്ചക്ഷൻ വഴിയായിട്ട് കുറെ നമ്പർ ഓഫ് എഗ് സെല്ലിനെ അവിടെ മെച്ചുവർ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ വഴിയായിട്ട് ആ എഗ് സെല്ലിന് നമ്മൾ ഫെർട്ടിലൈസ് ചെയ്യപ്പെടുകയാണ്. അവിടെ എത്രത്തോളം എഗ് സെല്ല് മെച്ചുവർ ആണോ അതെല്ലാം അവിടെ ഫെർട്ടിലൈസ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം ട്രാൻസ്ഫർ അല്ലെ, എംബ്രിയോ ട്രാൻസ്ഫർ, സൈഗോട്ട് അവിടെ ഫോം ചെയ്ത് ഡിവൈഡ് ചെയ്ത് എംബ്രിയോ ആയിട്ട് മാറുന്നുണ്ട്. ആ എംബ്രിയോ ആ സെയിം ഫീമെയിൽ ഓർഗാനിസത്തിലല്ല വളരുന്നത്, പകരമായിട്ട് നമ്മൾ സെറോഗേറ്റ് മദേഴ്സിനെ ചൂസ് ചെയ്യുന്നുണ്ട്. എംബ്രിയോ എന്ത് ചെയ്യുന്നു? സെറോഗേറ്റ് മദേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അവിടെയാണ് ആ സെറോഗേറ്റ് മദേഴ്സിന്റെ ബോഡിയിലാണ് എംബ്രിയോ വളർന്ന് ഒരു യങ് വൺ ആയിട്ട് മാറുന്നത്. പിന്നെ അതിന്റെ ആ ഒരു ഡെലിവറി പ്രോസസ് എങ്ങനെയാണോ ആ രീതിയിൽ ആ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുകയാണ്. അപ്പൊ ഇവിടെ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ആനിമലിന്റെ ഒരു യങ് വണ്ണിനെ നമുക്ക് ഒരു സമയം കൊണ്ട് കിട്ടുന്നതിന് പകരമായിട്ട് 6 or 7 ആനിമൽസിനെ ആ ഒരു സമയം കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് എടുക്കാനുള്ള ടെക്നിക്കാണ് MOET, മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി.